തിരുവല്ലയില് കമ്പാഷൻ ടീമിലെ പാസ്റ്റർ എന്ന് വെച്ചാൽ അതൊരു ടീമാണ്. അവർ ഈ കുട്ടികളെ പഠിക്കാൻ സാമ്പത്തികമായിട്ട് പിന്നോട്ടിരിക്കുന്ന കുട്ടികളെ ബാഗ് ബുക്ക് അങ്ങനെയൊക്കെ കൊടുക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തക സാറ് നമുക്ക് ഇതുപോലെ അമ്മമാരെ അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, അങ്ങനെ അമ്മമാരെ നിർത്താൻ പറ്റും. അങ്ങനെ അവിടുത്തെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കാണും, അല്ലെ പഞ്ചായത്തിലെ കത്ത് കാണും. അങ്ങനെ ഞങ്ങളാണെങ്കിൽ ഒത്തിരി ഷോർട്സിനകത്ത് കിട്ടുന്നുണ്ട് അമ്മമാരെ ഏറ്റെടുക്കാൻ പോകുന്നത്. അത് ആരോഗ്യം ഇല്ലാത്ത അമ്മമാരൊക്കെ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ ഫുഡ് പോലും കിട്ടാത്ത അമ്മമാരുണ്ട്. അത്രയ്ക്ക് മെലിഞ്ഞിരിക്കുന്ന അമ്മമാരൊക്കെ ആണെങ്കിലും ഇവിടെ കൊണ്ടുവരുമ്പോ നമ്മള് മെഡിസിൻ ആവശ്യമുള്ള അമ്മമാരാണെങ്കിൽ നമ്മുടെ മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് പാലിയേറ്റിലോട്ടൊക്കെ ആക്കും. പിന്നെ അമ്മമാരല്ല ഈ പോലീസ് സ്റ്റേഷൻ, പഞ്ചായത്ത്, തെരുവിലൊക്കെ അലഞ്ഞു നടക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫുഡൊക്കെ സ്പോൺസർ ചെയ്യുമ്പോഴാണേലും ഈ ഗസ്റ്റുകളൊക്കെ ചോദിക്കും, അതായത് ബന്ധുക്കാരുള്ള ഇവിടെ ആണെങ്കിൽ ഒറ്റ അമ്മമാർക്ക് പോലും ആരോഗ്യം ഇല്ലാത്തവരാ അല്ല. കാരണം അത്രയ്ക്ക് ഈ സമൂഹത്തിൽ ഒരുപാട് പേര് ഒറ്റപ്പെട്ട് മാറുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. നമ്മള് കൂടുതലും അമ്മമാരെ ഇതുപോലെ ആരും മരിച്ചു കഴിഞ്ഞാലും അവരെ ഏറ്റെടുക്കണം. നമ്മള് അതിന്റെ കാര്യം നേരത്തെ പറഞ്ഞത് അത് എങ്ങനെയായിരുന്നു? അത് നമ്മള് 3 ദിവസം ഒരമ്മ മരിച്ചു കഴിഞ്ഞാൽ സാമൂഹിക പോലീസ് സ്റ്റേഷനിലും അറിയിക്കും. അതിനുശേഷം പത്രത്തിലും കൊടുത്തിട്ട് 3 ദിവസം നമ്മൾ മോർച്ചറി സൂക്ഷിക്കും. നമ്മുടെ ഒരു അമ്മ മരിക്കുമ്പോ നമ്മൾ ആ കർമ്മം ചെയ്യത്തില്ലയോ? അതുപോലെ അമ്മമാരെ ദയിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോഴാന്നില്ല ഒരു നിമിഷം നമ്മുടെ ഉള്ളൊന്നും ഉരുകും. അമ്മ അത്രയും നാള് മോനെ മക്കളെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കയ്യിലൊക്കെ വന്ന് പിടിക്കുമ്പോഴാന്നേലോ, അവർക്ക് ആഹാരം എടുത്ത് കൊടുക്കുമ്പോഴാന്നേലോ അവർ നമ്മുടെ സ്വന്തമായി മാറുക. അങ്ങനെ ഒരാള് മരിച്ചു പോകുമ്പോഴാന്നേലും അതും ഈ ശ്മശാനത്തിൽ അടക്കുമ്പോഴത്തേന് നമുക്ക് ഒത്തിരി പ്രയാസമാണ്. അവിടെ ആരും ഇല്ലാതായി പോയല്ലോ അങ്ങനെയൊക്കെ നമുക്ക് തോന്നുമായിരുന്നു.